പക്ഷേ ഈ രോഗിക്ക് എന്താണ് ആവശ്യമുള്ളത്? ഇപ്പോൾ കരിക്കുലം കുറേ മാറിയിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റിനെ 10 മിനിറ്റും 1 മിനിറ്റും ഒക്കെ വെച്ച് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കരമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആണ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയ ട്രോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനോട് പാസ് ചെയ്തേക്കാം. നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾ മെഡിക്കൽ ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ കടന്നു പോവുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ആ ഹെൽത്ത് കെയർ വർക്കറിനെയും ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇന്ത്യയിൽ വളരെ ചെറിയ ചിലവിൽ നമുക്ക് സ്പെഷ്യലിസ്റ്റിനെയും സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെയും വേഗം കാണാൻ പറ്റും. ആൻഡ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ തിരക്കുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഒ പിയിൽ ഡോക്ടർ ഇരിക്കുമ്പോൾ ഡോക്ടർ 300-400 പേഷ്യൻറ്റിനെ ആയിരിക്കും ഒരു 6 മണിക്കൂറോ 4 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂറോ സർജൻ്റെ അടുത്ത് ഒരു സിമ്പിൾ ഹെഡേക്ക് ആയിട്ട് വരുന്നൊരു പേഷ്യൻറ്റിന് ആ പേഷ്യൻറ്റിൻ്റെ തലവേദനയ്ക്ക് പല കാര്യങ്ങളുണ്ടാകാം. ആ പേഷ്യൻറ്റിന് ആ തലവേദനയെ പറ്റി പലതും പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഉണ്ടായിരിക്കും. പക്ഷേ ബ്രീഫായിട്ട് ഫിസിക്കൽ എക്സാമിൻ ചെയ്യുമ്പോഴും തന്നെ മനസ്സിലാവും ഇതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല. ഈ രോഗിക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് മാത്രം, അല്ലെങ്കിൽ പെയിനിന് വേണ്ടിയുള്ള മെഡിക്കേഷൻ മാത്രമാണെന്ന് മനസ്സിലാകാം. പക്ഷേ ഈ രോഗിക്ക് എന്താണ് ആവശ്യമുള്ളത്? രോഗിക്ക് ആവശ്യമുള്ളത് ഈ രോഗിയുടെ ബുദ്ധിമുട്ട് ഡോക്ടർ വിശാലമായി ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സമയം ചിലപ്പോൾ ഡോക്ടറിന് ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫാമിലി ഫിസിഷ്യനെയോ അല്ലെങ്കിൽ GPയോ ആദ്യം പോയി കാണുക. അവർ റെഫർ ചെയ്താൽ മാത്രമേ സ്പെഷ്യലിസ്റ്റിനോടോ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനോടോ പോകാൻ പ്ലാൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഒരു 20 വർഷം മുന്നേ ഞാൻ MBBSന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിനിക്കലും നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അതിനെ പാസ്സാവണം, അങ്ങനത്തെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. എക്സാം ഓറിയൻറ്റഡ് വിത്ത് ക്ലിനിക്കൽ എക്സ്പോഷർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ കരിക്കുലം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും യങ് ഡോക്ടേഴ്സിന് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കരിക്കുലം മാറ്റിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കരമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രാക്ടീസിൽ ലോങ് ടേം ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പറ്റുന്നത് PHCസിലും CHCസിലും ഡോക്ടേഴ്സിൻ്റെ നമ്പർ കൂട്ടുക. ഇപ്പോൾ ഒരു ഡോക്ടറിന് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണുന്നത് 30 മിനിറ്റും 1 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇതേ ഡോക്ടറാണ് MBBS പാസ്സായിട്ട് PHC പോയി ഇരിക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിനെ 10 മിനിറ്റും 1 മിനിറ്റും ഒക്കെ വെച്ച് കാണുന്നത്. അപ്പോൾ അത് അത് ഡോക്ടേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റും ക്വാളിറ്റി ഓഫ് കെയറിനും അത് തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് കൂടുതൽ ഡോക്ടേഴ്സിനെ നമുക്ക് PHCസിലും CHCസിലും കൊണ്ടുവന്നേ പറ്റും. ഒരു പരിധിവരെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് മെഡിക്കൽ ഗ്യാസ് ലൈറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഒരു പേഷ്യൻറ്റിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ ഹിസ്റ്ററിയിൽ എപ്പോഴും നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, സോഷ്യൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവാം. ഒരു പേഷ്യൻ്റ് ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഒരു ഫുഡ് അൾസർ ഉണ്ട്, അതൊരു റെഡ് ഫ്ലാഗാണ്. അപ്പോൾ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾ, മെൻ്റൽ ഹെൽത്ത് ഡിസീസ് ഉള്ള ഒരാൾ, അയാൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, ഡെഫിനറ്റ്ലി അതൊരു റെഡ് ഫ്ലാഗാണ്. പക്ഷേ ഈ റെഡ് ഫ്ലാഗ്സ് അല്ലാതെ യെല്ലോ ഫ്ലാഗ്സ് ഉണ്ട്. ഈ യെല്ലോ ഫ്ലാഗ്സ് എന്ന് വെച്ചാൽ കുറച്ച് സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സാണ്. അത് ആ വ്യക്തിയുടെ വർക്ക് എൻവയൺമെൻറ്റ് മുതൽ, ഇമോഷണൽ സ്റ്റേറ്റ് മുതൽ, അവരുടെ ഫാമിലി ലൈഫ് മുതൽ, പലതും സോഷ്യൽ കണ്ടീഷൻസ് മുതൽ പലതും ഉണ്ടാകാം അതിനകത്ത്. ആൻഡ് ഈ ഫാക്ടേഴ്സൊക്കെ കാരണം അവർക്ക് കൂടുതൽ ഡിസീസും ഡിസബിലിറ്റിയും അല്ലെങ്കിൽ ഒരു ഡ്രഗ് അബ്യൂസും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടാം. അപ്പോൾ ഇങ്ങനത്തെ യെല്ലോ ഫ്ലാഗ്സും റെഡ് ഫ്ലാഗ്സും ഒക്കെ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ റെക്കോർഡഡ് ആണെങ്കിൽ ഒരു എമർജൻസിയിൽ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് നല്ലപോലെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ ഈസി ആയിരിക്കും.
ആൻഡ് അങ്ങനെ ഒരു റാപ്പർ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ട്രസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ ഈസിയായി വരികയും ചെയ്യും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടേഴ്സിന് ഇപ്പോൾ ഹെൽത്ത് കെയർ പേഷ്യൻസിന് തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഹോസ്പിറ്റൽസ് ഉണ്ടാക്കണം. അങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നിരന്തരമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത പ്രോബ്ലംസ് പലതും പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റും. ആൻഡ് അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് കെയർ ഡെലിവറി ഇമ്പ്രൂവ് ചെയ്യും, ഹെൽത്ത് കെയർ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. തീർച്ചയായിട്ടും വളരെ ഫിസിക്കലി ഇമോഷണലി സൈക്കോളജിക്കലി സ്ട്രെനുവസ് ആയിട്ടൊരു ജോബാണ് ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെയും. അപ്പോൾ ഈ മെഡിക്കൽ ഗ്യാസ്ലൈറ്റിംഗ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും എഫേർട്ട് എടുത്ത് ജീവനും പണയം വെച്ച് പലതും സാക്രിഫൈസ് ചെയ്തില്ല പലതും വേണ്ട എന്ന് വെച്ചിട്ട് ഈ ഒരു ജോബിലേക്ക് വന്നിട്ട് അവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഒരു പേഷ്യൻറ്റിനോട്? അതിന് പല പല കാരണങ്ങളുണ്ടാകാം. അതിനകത്ത് ഒരു കാരണമാണ് പേഷ്യൻ്റ് ലോഡ്. മുമ്പേ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ, ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വളരെയധികം പേഷ്യൻസിനെ കാണുന്നുണ്ട്. ഒരു 300-400 പേഷ്യൻറ്റിനെ അവർ ഇരിക്കുന്ന OPയിൽ കാണുന്നവരുണ്ട്. ഒരു ദിവസം കാണുന്നവരുണ്ട്. ഒരു 4 hours-നുള്ളിൽ 300-400 പേഷ്യൻസിനെ കാണുന്നവരുണ്ട്. ചിലപ്പോൾ അതിലും കൂടുതൽ കാണുന്നവരുണ്ടാവും. മറ്റൊരു കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് പേഷ്യൻ്റ് ലോഡ് ഒരു ഡോക്ടർ കാണുന്ന പേഷ്യൻ്റ് ലോഡ് കുറയ്ക്കുക തന്നെ ചെയ്യണം. മറ്റൊരു കാര്യം, ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ചിലപ്പോൾ മിസ്ട്രീറ്റ് ചെയ്യാറുണ്ട്. അത് എസ്പെഷ്യലി PG റെസിഡൻസിനാണ് ഏറ്റവും കൂടുതൽ PG റെസിഡൻസിനും ഹൗസ് സർജൻസിനുമാണ് ഏറ്റവും കൂടുതൽ അത് അനുഭവപ്പെടുക. ഫോർ എക്സാമ്പിൾ, അവർക്ക് ലീവ് കറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞിട്ട് 24 hours ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓഫ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കാഷ്വൽ ലീവ്സ് അവർ അർഹിക്കുന്ന കാഷ്വൽ ലീവ്സ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇൻറ്റേർണൽസിൻ്റെ മാർക്ക് കട്ട് ചെയ്യുക, തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കറക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കാര്യമാണ് ഹ്യൂമിലിയേഷൻ. ആൻറ്റി റാഗിങ് സെൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് തമ്മിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ആരും അങ്ങനെ എപ്പോഴും ഒന്നും ഫോളോ ചെയ്യാറില്ല. പല ഡോക്ടേഴ്സും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. റൗണ്ട്സിനിടയ്ക്ക് പേഷ്യൻസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയും അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടില്ല എന്ന് വെച്ചിട്ട് ഫയല് വലിച്ച് ഫയല് വലിച്ചെറിയുക, അങ്ങനത്തെ ഒക്കെ ഓരോ അഡ്വേഴ്സ് ഇവൻറ്റ്സ് പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് ഒരാൾ ഡോക്ടറാവുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഹെൽത്ത് കെയർ നീഡ്സ് ഡോക്ടേഴ്സ് അവഗണിക്കുന്ന പോലെ ഡെഫിനറ്റായിട്ടും മെൻ്റൽ ഹെൽത്തിൻ്റെ നീഡ് തീർച്ചയായിട്ടും അവർ അവഗണിക്കാം. ഇങ്ങനത്തെ ലോങ് ടേം ട്രോമ ഈ ട്രോമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻട്രൻസ് കോച്ചിങ്ങിൽ നിന്നായിരിക്കും. ഈ എൻട്രൻസ് കോച്ചിങ് മുതലുള്ള, അതായത് 10-18 വയസ്സ് ഉള്ളപ്പോൾ മുതൽ അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രോമ എൻഡ് ചെയ്യുന്നത് ഒരു 30-35 വയസ്സിലായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ കൺസൾട്ടൻ്റ് ആയിരിക്കും. ആൻഡ് ചിലപ്പോൾ നമ്മൾ പ്രോപ്പർലി ട്രീറ്റഡോ അല്ലെങ്കിൽ പ്രോപ്പർ തെറാപ്പിയോ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർലി നമ്മുടെ സിംറ്റംസിനെ അക്നോളജ് ചെയ്യുന്നില്ലെങ്കിൽ, ചിലപ്പോൾ നമുക്ക് കിട്ടിയ ട്രോമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനോട് പാസ് ചെയ്തേക്കാം. ആൻഡ് ഇതേ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലും പേഷ്യൻസിനോടും ഇതേ ട്രീറ്റ്മെൻറ്റ് റിഫ്ലക്റ്റും ചെയ്തേക്കാം. അപ്പോൾ സിസ്റ്റം വൈസ് ഒരു സൈക്കോളജിക്കൽ സെൽ ഡോക്ടേഴ്സിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ആവശ്യമാണ്. ഇതിനർത്ഥം ഇവരാരും മെൻ്റലി അൺസ്റ്റേബിളോ മെൻ്റലി അൺഫിറ്റ് ഫോർ ഒരു ഹെൽത്ത് കെയർ കൊടുക്കാൻ മെൻ്റലി അൺഫിറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റോ ഒന്നും ആണെന്നും അല്ല. പക്ഷേ ആൾക്കാർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ കിട്ടിയേ മതിയാവും. അല്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പലതരം ബിഹേവിയറൽ പ്രോബ്ലംസും സൂയിസൈഡൽ ഐഡിയാസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.